ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു സംസ്ഥാനത്തെ ഭരണകക്ഷിയെ തുണച്ചിരുന്ന MLA-മാർ രാജിവെച്ച് പ്രതിപക്ഷത്തിന്റെ കൂടെ ചേരുന്നു. അതും കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്ന BJP-യുടെ ഹരിയാനയിലെ സർക്കാരിൽ നിന്ന്. ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ വ്യക്തമായ കാരണവും സൂചനകളും ഉണ്ടായിരിക്കണമെന്ന് നമുക്ക് അനുമാനിക്കാം. ഗുസ്തി താരങ്ങളുടെ സമരത്തിന്റെ പേരിലും കർഷക സമരത്തിന്റെ പേരിലും ഹരിയാനയിലെ BJP സർക്കാർ കനത്ത പ്രതിഷേധമാണ് നേരിടുന്നത്. പലയിടങ്ങളിലും BJP-യുടെ സ്ഥാനാർത്ഥികൾക്കെതിരെ കനത്ത പ്രതിഷേധമാണ് ഹരിയാനയിൽ കർഷകർ നടത്തുന്നത്. പല ഗ്രാമങ്ങളിലേക്കും BJP സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി കയറാൻ പോലും കർഷകർ അനുവദിക്കുന്നില്ല. അങ്ങനെ BJP-ക്കെതിരെ അതിരൂക്ഷമായ ജനവികാരമാണ് ഹരിയാനയിൽ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിലെ 10ൽ 10 സീറ്റ് നേടിയത് BJP ആയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം അതിൽ നിന്ന് ഏറെ വിഭിന്നമാണ്. BJP 5ൽ താഴെ സീറ്റുകളിലേക്ക് വരെ പോകാനുള്ള സാധ്യതയാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കടുത്ത ഭരണവിരുദ്ധ വികാരം മറികടക്കുന്നതിനായി ഏതാനും നാൾ മുമ്പ് ഹരിയാനയിലെ മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടറിനെ മാറ്റി OBC വിഭാഗത്തിൽപ്പെട്ട നായബ് സിംഗ് സൈനിയെ ഹരിയാന മുഖ്യമന്ത്രിയായി BJP നിയമിച്ചു. എന്നാൽ അതുകൊണ്ടും BJP-ക്കെതിരെയും സംസ്ഥാന ഭരണത്തിനെതിരെയുമുള്ള ജനവികാരത്തിന് ഒരു ശമനവുമായിട്ടില്ല എന്നാണ് ഇപ്പോഴത്തെ ഈ സംഭവവികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇനിയും BJP-യുടെ കൂട്ടത്തിൽ നിന്നാൽ അടുത്ത ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിടും എന്നുള്ള സൂചന തന്നെയാണ് BJP-ക്ക് പിന്തുണ നൽകിക്കൊണ്ടിരുന്ന ഈ 3 സ്വതന്ത്ര MLA-മാർ പിന്തുണ പിൻവലിച്ച് കോൺഗ്രസിന് പിന്തുണ കൊടുക്കാൻ കാരണം. പിന്നെ ഇന്ത്യയിൽ മൊത്തത്തിൽ നിശബ്ദമായി അലയടിക്കുന്ന BJP-ക്കെതിരെയുള്ള വികാരവും ഇതിനൊരു കാരണമാണെന്ന് വ്യക്തമാണ്. 90 സീറ്റുകളാണ് ഹരിയാന നിയമസഭയിലുള്ളത്. ഇതിൽ 2 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. അപ്പോൾ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 45 സീറ്റുകളാണ്. BJP-ക്ക് 40 സീറ്റുകളാണ് നിലവിലുള്ളത്. കൂടാതെ ഒരു സ്വതന്ത്രനും മറ്റു പാർട്ടിയിലെ ഒരംഗവും BJP-യെ പിന്തുണയ്ക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഹരിയാനയിലെ BJP-യുടെ സർക്കാരിന്റെ അംഗബലം 42 കുറഞ്ഞിരിക്കുകയാണ്. കേവല ഭൂരിപക്ഷത്തിന് 3 സീറ്റുകളുടെ കുറവ്. കോൺഗ്രസിന് 30 MLA-മാരും JJP-ക്ക് 10 MLA-മാരും ആണുള്ളത്. 3 സ്വതന്ത്രർ കൂടി വന്നതോടുകൂടി കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം 33 മാറിയിരിക്കുകയാണ്. കോൺഗ്രസിനൊപ്പം ചേർന്ന 3 സ്വതന്ത്ര MLA-മാർ ഇവരാണ്: നിലോഖേരി MLA ധരംപാൽ ഗോന്ദർ, പുന്ദ്രി MLA രൺബീർ ഗോലാൻ, ദാദ്രി MLA സോംബീർ സംഗ്വാൻ. ഹരിയാന മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡ, PCC അധ്യക്ഷൻ ഉദയ്ഫാൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിനാണ് MLA-മാർ ഈ നിലപാട് അറിയിച്ചത്. കർഷകർക്ക് വേണ്ടിയാണ് ഈ തീരുമാനമെടുത്തതെന്ന് സ്വതന്ത്ര MLA-മാർ അവകാശപ്പെട്ടു. ഭൂരിപക്ഷം നഷ്ടമായ സർക്കാർ രാജിവെക്കണമെന്നും സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നും PCC പ്രസിഡന്റ് ഉദയഭാൻ ആവശ്യപ്പെട്ടു. BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളെയും പോലെ തന്നെ കടുത്ത തൊഴിലില്ലായ്മയും വികസന മുരടിപ്പുമാണ് ഹരിയാനയിലുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും രൂക്ഷമായ തൊഴിലില്ലായ്മയുള്ള സംസ്ഥാനമാണ് ഹരിയാന. അടുത്ത കാലത്ത് ഹരിയാനയിൽ നിന്നും വളരെയേറെ പേരാണ് യുദ്ധമുഖമായ ഇസ്രായേലിലേക്ക് കൂലിപ്പണിക്ക് വേണ്ടി പോയത്. ഇത് തന്നെ ഹരിയാനയിലെ ജനങ്ങളുടെ അവസ്ഥയുടെ നേർത്തെളിവാണ്. രൂക്ഷമായ യുദ്ധം നടക്കുന്ന സ്ഥലത്ത് പോയി തൊഴിലെടുത്ത് അവിടെ മരിച്ചു വീണാലും അതാണ് ഭേദമെന്ന് യുവാക്കൾ ചിന്തിക്കുന്ന അവസ്ഥ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ BJP-ക്ക് കനത്ത തിരിച്ചടിയായി കേന്ദ്രവും ഹരിയാന സംസ്ഥാനവും ഭരിക്കുന്ന BJP-ക്ക് പിന്തുണ നൽകിയിരുന്ന 3 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ അവർക്കുള്ള പിന്തുണ പിൻവലിച്ച് കോൺഗ്രസിന് പിന്തുണ കൊടുത്തതിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു?